ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അലുട്ടി ക്രാഫ്റ്റ്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു വിൻറ്റേജ് ടീമല്ല കേട്ടോ, ഒരു ക്യൂട്ട് ടീമിൽ ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ വിൻറ്റേജിൻ്റെ ബുക്ക് മാർക്ക് വേറെ വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പം നമ്മൾ ക്യൂട്ടായിട്ടുള്ളൊരു ക്യൂട്ട് ടീമാണ് കേട്ടോ. നമ്മൾ പിന്നെ ക്യൂട്ടിൻ്റെ ആൾക്കാരല്ലേ. അപ്പോൾ ആ ഒരു ടീമിൽ ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് മാർക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ അവിടെ ബോ ഉണ്ടാക്കിയിട്ടുണ്ട്. ബോ ഉണ്ടാക്കണ വേറൊരു വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അപ്പം ഞാനിത് വീഡിയോ എടുക്കാൻ മറന്നു. ഞാൻ ബോ ഉണ്ടാക്കിയും കഴിഞ്ഞു, അതാണ് ഉണ്ടായത്. അപ്പം അത് അതേപോലെ ഞാനൊരു ബോ പോലെ ഉണ്ട് വിചാരിക്കുന്നു. ഒരു ബോ ഒക്കെ നമ്മൾ തട്ടിക്കുട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ട ഒരു പേപ്പറാണ്. പേപ്പർ അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ വല്ല കാർഡ്ബോർഡിൻ്റെ പീസ്, അല്ലെങ്കിൽ ഇതേപോലെ ഒരു എന്താ പറയുക, നമ്മൾ ഇതേപോലെ ഒരു പീസ് ഓഫ് മെറ്റീരിയൽ എടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് ക്യൂട്ടായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐഡിയാസിലൊക്കെ ഉണ്ടാക്കുക. അവിടെ ഒരു സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ആൽക്കഹോൾ ബ്രഷ് പെൻ ഇവിടെ ഉണ്ട് കേട്ടോ, റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ ബുക്ക് മാർക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ബുക്ക് മാർക്ക് ഡെക്കറേഷൻ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ബ്ലാക്ക് കളർ എടുക്കാം കേട്ടോ. ബ്ലാക്ക് കളർ എടുത്തിട്ട് ഇവിടെ വേണമെങ്കിൽ ഒരു ബണ്ണീനൊക്കെ വരയ്ക്കാം. ബണ്ണിയാവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പം നമുക്കിത് എടുത്തിട്ട് റെഡിയാക്കാം. ഇതിൻ്റെ ടോപ്പ് ബ്ലൂ ആണ് കേട്ടോ ഗൈസ്. ശരിക്കും ഇത് ബ്ലാക്കാണ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടു കേട്ടോ. നമുക്കിതാ ഇവിടെ കണ്ട ഒരു ക്യൂട്ട് ബണ്ണിയോ പൂച്ച എന്താ ആവുക എനിക്കറിയില്ല. ഞാൻ ഇവിടെ ബണ്ണിയാണ് ഉദ്ദേശിക്കുന്നത്. തന്നെ ആവുമെന്നറിയില്ല. നമ്മളൊരു ഇതേപോലെ തന്നെ ആവണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഞാനൊരു സിമ്പിളായിട്ട് ആണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. കുറച്ച് ബ്ലഷ് ഇടാം കേട്ടോ. അപ്പം ഗൈസ്, ഇത് ബണ്ണിയായോ പൂച്ചയായോ എന്തായെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മളത് വരച്ചിട്ടുണ്ട്. നമുക്ക് ഗ്രിറ്റ് ലൈൻസ് എന്തായാലും മസ്റ്റാണല്ലോ. ക്യൂട്ട് പറയുമ്പോൾ ഗ്രിറ്റ് ലൈൻസ് ആണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി എത്തുക. അപ്പം നമുക്ക് ഗ്രിറ്റ് ലൈൻസ് വേഗം വരച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ അതേപോലെ ഒരു സിമ്പിളായിട്ട് നമ്മളിവിടെ ഒരു ഗ്രിഡ് ലൈൻസ് ഒക്കെ അരിഞ്ഞെടുത്തൊന്ന് ക്യൂട്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ വേറെ ഗ്രിഡ് ലൈൻസ് നമുക്ക് ഇനി ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ കുറച്ചും കൂടി ഒന്ന് സിമ്പിളായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഗ്രിഡ് ലൈൻസ് ഉണ്ടെന്ന്. എനിക്ക് അത്രയും കൂടെ അറിയില്ല. ഞാനിവിടെ കുറച്ച് സിമ്പിളായിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. സിമ്പിൾ ആൻഡ് ക്യൂട്ട്, അങ്ങനെയാണ് നമ്മുടെ ഒരു ഇതിട്ട്. കുറച്ച് സിമ്പിളായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ഉള്ളിൽ കുറച്ച് ഹാർട്ടൊക്കെ ഇടാം കേട്ടോ. നമ്മളൊരു വെറുതെ നമ്മളിങ്ങനെ ഡിസൈൻ, ഞാനിങ്ങനെ ഗ്രിഡ് ലൈൻസ് മാത്രം ബ്ലാങ്ക് ആയിട്ട് കിടക്കുമ്പോൾ ഒരു രസമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഹാർട്ടൊക്കെ ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്, റെഡ് കളർ വെച്ചിട്ടാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ബുക്ക് മാർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ക്യൂട്ടാക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബോ ഉണ്ടല്ലോ, ഞാൻ ഉണ്ടാക്കി വെച്ച ബോ ഗൈസ് ഇതേപോലെ ഞാൻ ഇങ്ങോട്ടൊന്ന് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബോ ഒന്നും കൂടി ഇവിടെ വെച്ചെടുത്താൽ നമ്മുടെ ബുക്ക് മാർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഗൈസ്, ഞാൻ ബോ ഇവിടെ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബുക്ക് മാർക്ക്. നിങ്ങൾക്ക് ഞാൻ ബോ ഇപ്പോൾ ഇവിടെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബുക്ക് മാർക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നേരിട്ട് കാണുമ്പോൾ എന്ത് ഭംഗിയാണ് ഗൈസ്. നല്ല അടിപൊളി ബുക്ക് മാർക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരുപാട് ഓവറായിട്ടില്ല, നല്ല
ക്യൂട്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബൈ ബൈ.